കേട്ടോ, ഈ കിതാബ് ഏതാണറിയോ? ഈ കിതാബ് ഏതാണറിയോ? റസൂലുള്ളാഹി തങ്ങളെ വിളിക്കാൻ വേണ്ടി മാത്രം കിതാബ് എഴുതിയ ഒരു കിതാബാ. ഈ കിതാബിന്റെ പേര് തന്നെ മിസ്ബാഹുൽ അലാം ഫിൽ മുസ്തഗീസീന ബിഖൈറിൽ അനാം. അതേ, നബിയെ വിളിച്ച് സഹായം കിട്ടിയ സംഭവങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക കിതാബാണ്. ഇമാമിങ്ങൾ ഈ വിഷയത്തിൽ മാത്രം ഒരു പ്രത്യേക കിതാബ് എഴുതിയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് സഹായം കിട്ടിയ വിഷയം, മുത്തുനബിനെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അത് മാത്രം കിതാബ് എഴുതിയതാണ്. ആരാ? കേരളത്തിൽ ജീവിച്ച ഉസ്താദല്ല, സമസ്തയുടെ പണ്ഡിതനല്ല, ഹിജ്റ 683 വഫാത്തായി പോയ മഹാന്റെ കിതാബാണ്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാന്റെ കിതാബാ. അതേ, ബഹുമാനപ്പെട്ട ഇമാം മറാക്കിഷി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ കിതാബാണ്. ആ കിതാബിന്റെ തുടക്കത്തിൽ ഈ കിതാബ് എഴുതിയ മഹാൻ റസൂലുള്ളാഹി തങ്ങളെ ഇസ്തിഗാസ നടത്തി സഹായം ചോദിച്ച സംഭവം അദ്ദേഹം അതാ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഇമാം മറാക്കിഷി ഈ കിതാബിൽ അവിടുത്തെ സ്വന്തം കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. എന്ത്? ലമ്മാ ഖഫൽനാ മഅൽ ഹാജി സനത 39 വ600 ഹിജ്റ 639 ഞങ്ങള് ഒരു ഹാജിന്റെ കൂടെ പോകുമ്പോ തഖദ്ദമന മിൻ ഖൽഅതി സദർ ഫി ജമാഅത്തിൻ വമഅനാ ദലീലുൻ ഗൈറു ദലീലി റക്ബ്. അതേ, നമ്മുടെ ആ സംഘത്തിലുള്ള ഒരു വഴി കാണിച്ചു തരുന്ന ഒരാളുണ്ട്, അത് അല്ലാത്ത വേറൊരാളുണ്ട്. ഫബൈന നഹ്നു ഫി ബഅദി ത്വരീഖി, ഞങ്ങളിങ്ങനെ വഴിയിൽ നടന്നു പോകുമ്പോ യഖ്ദുമുന ദലീലു ഫി ത്വലബിൽ മാ, ഞങ്ങൾ പോകുന്നതിനേക്കാൾ മുമ്പ് വെള്ളം തേടിയിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ യാത്രയിൽ വെള്ളം എവിടെ കിട്ടുന്നുണ്ടോ, പഴയ കാലമാണ്, വെള്ളം കിട്ടുന്നുണ്ടോ ഇങ്ങനെ തേടിയിട്ട് ഒരാൾ പോവുക. ഓ ബഖീന ഖൽഫഹു, ഞങ്ങളിങ്ങനെ ബാക്കിലുണ്ട്. ഫതബിഉതു ദലീല ആഖിറൻ നഹാരി, അങ്ങനെ അന്ന് പകല് അവസാനമാകുമ്പോ, അതേ വൈകുന്നേരമാകുമ്പോ ആ വെള്ളം തേടുന്ന വഴി തേടുന്ന മനുഷ്യന്റെ ബാക്കിൽ ഞാൻ പോയി. വമശീതു ഖൽഫഹു ഇലൽ ഗുറൂബി, അതേ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ബാക്കിൽ ഞാൻ പോയി. ഫദഖല അലയ്യൽ ലൈലു വഅഗ്ലമ, അങ്ങനെ ഞാൻ ഇങ്ങനെ അയാളെ ബാക്കിൽ നടക്കുമ്പോ രാത്രിയായി പോയി. വഖഫിയ അലയ്യൽ അഥറു, എന്റെ മുന്നിൽ പോകുന്ന മനുഷ്യൻ എവിടെയാണെന്ന് എനിക്ക് കാണുന്നില്ല. എന്റെ മുന്നിൽ നിൽക്കുന്ന ആൾ എവിടെയെന്ന് എനിക്ക് കാണുന്നില്ല, ഇരുട്ടായി പോയി. ഫഅസ്റഅതുൽ മശിആ, ഞാൻ ഇങ്ങനെ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. ഇമാം മറാക്കിഷി പറയാണ്, ഫഅദറകനി അത്തഅബു വല്ലതശു, എനിക്ക് വെള്ളം കിട്ടാതെ ഞാൻ ക്ഷീണിച്ചു പോയി, ദാഹിച്ചു പോയി. വഅശ്റഫ്തു അല തലഫി, അതേ, ഞാൻ മരണത്തോടടുത്തു പോയി, ഞാൻ മരിക്കാൻ അടുത്തു പോയി. വബഖീതു ലാ അദ്രി അയ്ന സീറു, ഞാൻ എവിടത്തേക്കാണ് പോകേണ്ടത് ഒരു പിടുത്തവും എനിക്കില്ല. രാത്രി സമയമാണ്, ഒരാളെ കാണുന്നില്ല, കുടിക്കാൻ വെള്ളമില്ല, ഞാൻ മരണത്തോടടുത്തു പോയി. ആ സമയം മഹാനായ ഇമാം മറാക്കിഷി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്, മുത്തുനബിനെ വിളിക്കുകയാണ്. യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുകയാ. മുസ്തഗീസൻ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനെ സഹായം തേടിയിട്ട് വഫാത്തായി പോയ നബിയെ എത്രയോ ദൂരത്ത് നിന്ന് രാത്രി സമയം മഹാനായ ഇമാം മറാക്കിഷി വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദ് പറയുന്നത് എന്താ? സലഫി വിളിച്ചാ കാഫിറാവും, ശിർക്കാണ്, പുർക്കാണ്, വലക്കയാണ്, അല്ലേ? കാഫിറാവുന്നാ പറയുന്നത്. ഈ കിതാബ് എഴുതി ഇമാം പറയാ, ഞാൻ റസൂലുള്ളാഹിനെ വിളിച്ചു, വെള്ളം കിട്ടാതെ രാത്രി കുടുങ്ങിയപ്പോൾ, മരിക്കാനായ സമയം റസൂലുള്ളാഹിന്റെ സഹായത്തിന് വേണ്ടി വിളിച്ചു. യാ റസൂലല്ലാഹ്, നബിയേ ഒന്ന് സഹായിക്കണേ. റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടുന്നു.
സഹായം കിട്ടിയോ? നോക്ക് നിങ്ങൾ, ഇമാം മറാക്കിഷി അവിടുത്തെ സ്വന്തം കിതാബിൽ അനുഭവം രേഖപ്പെടുത്തുകയാ. ഫനളർത്തു, ഞാൻ നോക്കി, ഫഇദാ ശഖ്സുൻ, അപ്പോഴേക്ക് ഒരു മനുഷ്യൻ, അതേലം ഉസ്ബിത് വജ്ഹഹു, അയാളെ മുഖം വ്യക്തമായി എനിക്ക് ബോധ്യപ്പെടുന്നില്ല. വഅലൈഹി സൗബുൻ അബിയദ്, അയാൾ വെളുത്ത ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഫീ സവാദിൽ ലൈലി, ആ രാത്രി സമയം ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ വന്നു. ഫഅഖദ ബിയദി, എന്റെ കൈ പിടിച്ചു. ഒരാൾ വന്ന് എന്റെ കൈ പിടിച്ചു. ആ കൈ പിടിച്ച ഉടനെ ഫസാല അന്നി മാ കുന്തു ഫീഹി മിനത് തഅബി വൽ അത്ശി. സുബ്ഹാനല്ലാഹ്, എന്റെ ദാഹവും തീർന്നു, എന്റെ ക്ഷീണവും മാറി. എന്റെ കൈ പിടിച്ച ഉടനെ അള്ളാന്റെ റസൂലിനെ സഹായത്തിന് വേണ്ടി വിളിച്ചപ്പോ അതാ മുത്ത് നബി സഹായിക്കുകയാണ്. ഒരു മനുഷ്യനില്ലാത്ത സമയം, അതേ രാത്രി സമയത്ത് ഒരാളുമില്ലാത്ത സമയം അള്ളാന്റെ റസൂലിനെ വിളിച്ചു എന്ന് പറയുന്നത് ഈ കിതാബ് എഴുതിയ ഇമാമാണ്. ചോദിക്കട്ടെ, ഇമാമിങ്ങൾക്കൊന്നും ഖുർആൻ തിരിയില്ല എന്നാണോ? ഹദീസ് അവർക്ക് മനസ്സിലായില്ല എന്നാണോ? തൗഹീദ് മനസ്സിലായില്ല എന്നാണോ? ശിർക്ക് അവർക്ക് തിരിഞ്ഞില്ല എന്നാണോ? അല്ല, ഇവരൊക്കെ കാഫിറും മുശ്രിക്ക് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്നാൽ ഞങ്ങൾ ജീവിക്കുന്നതും ഞങ്ങൾ ഫോളോ ചെയ്യുന്നതും ഈ മഹാന്മാരായ ഇമാമിങ്ങളെയാ. കുരുത്തം കെട്ട നിങ്ങളെ പിന്നാലെ നിൽക്കാൻ ഞങ്ങളെ കിട്ടൂല.